2018 ഫ്ലഡ് എഫക്ട് ചെയ്യാത്ത ഒരു ഏരിയയും കൂടിയാണ് ഈ കാണുന്ന തേവക്കൽ ഏരിയ. ഹലോ, നമസ്കാരം. കൊച്ചി ഹോംസിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ കൊച്ചി ഹോംസ് വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. നല്ല നല്ല വീടുകളും അതേപോലെ തന്നെ നല്ല നല്ല പ്രോപ്പർട്ടീസ് നമ്മൾ ഇതിലൂടെ പരിചയപ്പെടുത്തുന്നുണ്ട്. ഇന്നത്തെ വീട് എന്ന് പറഞ്ഞാല് എറണാകുളം ജില്ലയില് തേവക്കൽ, അതായത് കളമശ്ശേരി മുനിസിപ്പാലിറ്റിയിൽ തേവക്കൽ എന്ന് പറയുന്ന സ്ഥലത്ത് 5 സെന്റ് സ്ഥലത്ത് 2700 സ്ക്വയർ ഫീറ്റിന്റെ 4 ബെഡ്റൂം, അതേപോലെ തന്നെ 2 കാർ പാർക്കിംഗ്, കിണർ വെള്ളം, അങ്ങനെയുള്ള ഒരുപാട് പ്രത്യേകതയുള്ള വീടാണ്. ഇതിന് ചോദിക്കുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ 1,55,00,000 രൂപ മാത്രമേ ചോദിക്കുന്നുള്ളൂ. ഈ വീട് വാങ്ങിക്കാനായിട്ട് താല്പര്യമുള്ളവർക്കായി തീർച്ചയായിട്ടും ലോൺ സൗകര്യം ചെയ്തു തരുന്നതാണ്. ഫ്രീ ഓഫ് കോസ്റ്റിൽ നമ്മൾ ലോൺ സൗകര്യം ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പോൾ വീടിന്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസിലേക്ക് പോകാം. നിങ്ങൾ ഈ കാണുന്നതാണ് 5 സെന്റ് സ്ഥലത്ത് 2700 സ്ക്വയർ ഫീറ്റിന്റെ 4 ബെഡ്റൂം വരുന്നത്. ഭയങ്കര വിശാലമായിട്ടുള്ള എലിവേഷൻ ആണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഒരു ബ്ലൂ ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനിലാണ് ഇത് കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ ലൈറ്റിംഗ് ആണെന്നുണ്ടെങ്കിലും കൊടുത്തിരിക്കുന്നത് വളരെ മനോഹരമാക്കിയിട്ടുണ്ട്. ഈ വീടിന്റെ അകത്ത് കയറി വരുമ്പോൾ തന്നെ മെയിൻ ആയിട്ട് പറയാനുള്ളത് ഈ കാണുന്ന ഗേറ്റ് ആണ്. ഗേറ്റ് ഒരു സ്ലൈഡിംഗ് ആയിട്ടുള്ള വലിയ ഗേറ്റും ഒരു ഫോൾഡിംഗ് ആയിട്ടുള്ള ഗേറ്റും മറ്റൊരു സൈഡിലുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ വണ്ടി സുഖമായിട്ട് അകത്തേക്ക് കയറുവാനും പുറത്തേക്ക് ഇറങ്ങാനും വളരെയധികം രീതിയിൽ സഹായിക്കുന്നതാണ്. വലിയ 2 കാറുകൾ ഈസിലി പാർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സൗകര്യങ്ങൾ ഈ വീടിന് നൽകി കൊടുത്തിട്ടുണ്ട്. ഒരു കാർ എന്റെ ഈ സൈഡിലും രണ്ടാമത്തെ കാർ എന്റെ ഈ ഫ്രണ്ടിലുമായിട്ട് പാർക്ക് ചെയ്യാൻ പറ്റും. വലിയ 2 7 സീറ്റർ കാർ ഈസിലി പാർക്ക് ചെയ്യാനും ഈസിലി നമുക്ക് പുറത്തേക്ക് എടുക്കാനുമായിട്ട് പറ്റുന്ന രീതിയിലാണ് ഈ വീട് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ വീട്ടിലേക്കുള്ള ജലം, അതായത് വാട്ടർ കംപ്ലീറ്റ്ലി കൊടുക്കാൻ പറ്റുന്ന കിണറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അത് നമ്മുടെ കാർ പോർച്ചിലെ സ്ഥലം ഒട്ടും പോവാത്ത രീതിയിൽ വളരെ മനോഹരമാക്കിയിട്ട് ഒതുക്കിയിട്ടാണ് ഇതിന്റെ കിണർ പണിതിരിക്കുന്നത്. നല്ല ശുദ്ധമായിട്ടുള്ള കണ്ണീര് പോലത്തെ വെള്ളം ഇതിന്റെ അകത്തുണ്ട്. അത് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അതേപോലെ തന്നെ വാട്ടർ കണക്ഷൻ നമുക്ക് ഇവിടെ പ്രൊവൈഡ് ചെയ്യാനുള്ള സെറ്റപ്പ് ഇവിടെ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ മുറ്റം സ്റ്റോൺ ഇട്ട് വളരെ മനോഹരമാക്കിയിട്ടുണ്ട്. ഈ സൈഡിലായിട്ട് ആർട്ടിഫിഷ്യൽ ഗ്രാസ് ഇവിടെ കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇതിന്റെ ടെക്സ്ചർ വർക്ക്, അതായത് ഈ താഴെ മുതൽ ഇതിന്റെ ടോപ്പ് വരെയുള്ള ടെക്സ്ചർ വർക്ക് ഈ വീടിന്റെ വളരെയധികം മനോഹാരിത കൂട്ടുന്നുണ്ട്. പിന്നെ മെയിൻ ആയിട്ട് പറയാനുള്ള ഈ കാണുന്ന ഒരു ടെക്സ്ചർ വർക്കും ഈ 2 തരത്തിലുള്ള ടെക്സ്ചർ വർക്ക് അത് ഈ വീടിന്റെ ഭംഗി ഒട്ടും കുറയ്ക്കുന്നില്ല. ഇതിൽ നമുക്ക് ഒരു ചെറിയൊരു മിനി ഗാർഡൻ ഏരിയ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ഇവിടെയും കൊടുത്തിട്ടുണ്ട്. തൊട്ട് സൈഡിലാണെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന ടെക്സ്ചർ വർക്ക്, ഈ ഒരു ഇഷ്ടിക ടെക്സ്ചർ വർക്ക് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ സിറ്റ് ഔട്ട് ഗ്രാനൈറ്റിലാണ് പണിതിരിക്കുന്നത്. ഈ കാണുന്ന ഒരു റെഡിഷ് കളറിലുള്ള ഗ്രാനൈറ്റ് ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഈ ഗ്രാനൈറ്റ് ഇവിടെ മുതൽ ഡിസൈൻ ഈ അറ്റം വരെ കൊടുത്തിരിക്കുന്നത് വളരെയധികം മനോഹരമാക്കിയിട്ടുണ്ട്. എന്തെങ്കിലും തരത്തിലുള്ള അലങ്കാര ചെടികളോ വീടിന്റെ ഷോ കൂട്ടുന്ന രീതിയിലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ വെക്കാനുള്ള ഒരു പോർഷനും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ വീടിന്റെ അകത്തേക്ക് കയറി വരുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് ഒരു മാസീവായിട്ടുള്ള സിംഗിൾ ഡോറാണ്. ഹെവി ആയിട്ടുള്ള തേക്കിൽ തീർത്തിട്ടുള്ള ഒരു വലിയ ഡോറാണ് ഇതിന്റെ ഫ്രണ്ടിൽ സ്ഥാപിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ ഈ ഡോർ ഹാൻഡിൽ ആണെന്നെങ്കിലും ഭയങ്കര ഹെവി ആയിട്ടുള്ള ഡോർ ഹാൻഡിലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സിറ്റ് ഔട്ടിൽ നിന്ന് നമ്മൾ ലിവിംഗ് ഏരിയയിലേക്ക് കയറി വരുമ്പോൾ തന്നെയുള്ള കാഴ്ചകളാണ് നിങ്ങൾ ഈ കാണുന്നത്. ലിവിംഗ് ഏരിയ ചെയ്തിരിക്കുന്നത് ഡബിൾ ഹൈറ്റിലാണ് ചെയ്തിരിക്കുന്നത്. 2 ഫ്ലോറിന്റെ ഹൈറ്റിലാണ് ലിവിംഗ് ഏരിയ പണിതിരിക്കുന്നത്. 2 സൈഡിലായിട്ടാണ് വെന്റിലേഷൻ കൊടുത്തിരിക്കുന്നത്. ഒരു സൈഡിൽ ഒരു ഡോറോട് കൂടിയിട്ടുള്ള വെന്റിലേഷൻ കൊടുത്തിട്ടുണ്ട്. തൊട്ട് സൈഡിൽ തന്നെ വിൻഡോസ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ 2 സൈഡിലായിട്ട് ലിവിംഗ് ഏരിയയിൽ വിൻഡോസ് കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിന്റെ പറയാനുള്ളത് വെച്ചാൽ ഈ കാണുന്ന TV യൂണിറ്റ് ഏരിയ ആണ്. TV യൂണിറ്റ് ഏരിയ ഒരു വാളിന്റെ ടോട്ടൽ ഏരിയ TV യൂണിറ്റ് ഏരിയ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു പോർഷനിലാണ് നമ്മൾ നോർമലി TV വെക്കുന്നത്. അത് അത്യാവശ്യം വലിപ്പത്തിലുള്ള TV വെച്ചാലും വളരെ മനോഹരമായിട്ട് വെക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്തിരിക്കുന്നത്. ഒരു പ്ലഗ് പോയിന്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ TV യൂണിറ്റിന്റെ കേബിൾസ് ഒക്കെ അകത്ത് താഴെ വരാൻ പറ്റുന്ന രീതിയിൽ ഒരു ഇൻലെറ്റ് പോർട്ടും കൊടുത്തിട്ടുണ്ട്. ഒരുപാട് സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. നമുക്കിവിടെ മേളിലും നമുക്ക് ഫോട്ടോസ് കാര്യങ്ങളെല്ലാം വെക്കാൻ പറ്റുന്ന രീതിയിൽ മേളിലും സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഈ സൈഡിലും സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഈ കാണുന്ന രീതിയിൽ മൾട്ടിവുഡിൽ ചെയ്തിട്ടുള്ള സ്റ്റോറേജ് സ്പേസുകളാണ് എല്ലാം. കാര്യം ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന എല്ലാം ഡിസൈൻ സംബന്ധമായിട്ട് ചെയ്തിരിക്കുന്ന എല്ലാം മൾട്ടിവുഡിലാണ് ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ നമുക്ക് ലിവിംഗ് ഏരിയയിൽ നിന്ന് പുറത്തേക്ക് പോകാനായിട്ട് ഒരു ഡോറും ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ഡോറെല്ലാം
തേക്കിലാണ് പണിതിരിക്കുന്നത്. ലിവിംഗ് ഏരിയയിൽ തന്നെ മുകളിലേക്ക് നമ്മൾ നോക്കി കഴിഞ്ഞാൽ വലിയൊരു ഹാങ്ങിലേക്ക് തൂക്കിയിട്ടിരിക്കുന്നു. ഈ സൈഡിൽ കാണുന്ന ഫോൾ സീലിംഗ് ചെയ്തിരിക്കുന്നതും അതിൽ സ്പോട്ട് ലൈറ്റ് അതേപോലെ തന്നെ LED ലൈറ്റ് കൊടുത്തിരിക്കുന്നതൊക്കെ വളരെ മനോഹരമാക്കിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ കാണുന്ന ടൈലിന്റെ ഒരു 6-4 ടൈല് എല്ലാ റൂമിലും ഈ സെയിം ഡിസൈൻ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ലിവിംഗ് ഏരിയയിൽ നിന്നും ഡൈനിങ് ഏരിയയിലേക്ക് വരുമ്പോൾ നമുക്കൊരു ചെറിയൊരു പാർട്ടീഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പാർട്ടീഷനിൽ ഒരുപാട് സ്റ്റോറേജ് സ്പേസുകൾ ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഫ്ലവർ വൈസ് വെക്കാനൊക്കെ പറ്റുന്ന സ്റ്റോറേജ് സ്പേസുകൾ ഇവിടെ ആയിട്ട് ഒരുപാട് സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ മുകളിൽ നോക്കി കഴിഞ്ഞാൽ ഈ കാണുന്ന ഒരു ഡിസൈനിങ് ചെയ്തിരിക്കുന്നതൊക്കെ വളരെ മനോഹരമാക്കിയിട്ടുണ്ട്. ലിവിംഗ് ഏരിയയിൽ നിന്നും ഡൈനിങ് ഏരിയയിലേക്ക് വരുമ്പോൾ അത്യാവശ്യം വീതിയിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. നമുക്ക് എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവരാനൊക്കെ പ്രോപ്പറായിട്ട് പറ്റുന്ന രീതിയിലാണ് ഇതിന്റെ പടികൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് ചെയ്തിരിക്കുന്നത്. ഡൈനിങ് ഏരിയയിൽ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് 2 റൂമിലേക്കുമുള്ള വാതിലുകൾ കാണാൻ പറ്റും. അതേപോലെ തന്നെ ഓപ്പൺ കിച്ചന്റെ ഡോർ നമുക്ക് കാണാൻ പറ്റും. മുകളിലേക്കുള്ള സ്റ്റെയർ, അതേപോലെ തന്നെ വാഷിംഗ് ഏരിയ, ഇത്രയും കാര്യങ്ങൾ ഡൈനിങ് ഏരിയസിലാണ് വന്നിരിക്കുന്നത്. വലിയൊരു ഡൈനിങ് ഏരിയ ആണ്. വലിയൊരു ഡൈനിങ് ഏരിയ എന്ന് പറഞ്ഞാൽ ഒരു 8 സീറ്റർ നമുക്ക് സുഖമായിട്ട് ഇവിടെ ഇടാനും അതിന്റെ ചുറ്റും നടക്കാനും പറ്റുന്ന സ്പേസ് കാര്യങ്ങൾ ഡൈനിങ് ഏരിയയിൽ കൊടുത്തിട്ടുണ്ട്. സീലിംഗ് പ്രോപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. യാതൊരു ഓവറായിട്ടല്ല ചെയ്തിരിക്കുന്നത്, സിമ്പിൾ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. പക്ഷെ ലക്ഷറിയാണ്. വലിയൊരു വാഷിംഗ് ഏരിയ ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം സ്റ്റോറേജ് സ്പേസുകൾ ഇതിന്റെ താഴെയായിട്ടും സൈഡിലായിട്ടും ഇതിൽ കൊടുത്തിട്ടുണ്ട്. ജാഗ്വാറിന്റെ ടാപ്പും സെറയുടെ വാഷിംഗ് ബേസിനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഒരു ടവൽ ഹോൾഡറും കൊടുത്തിട്ടുണ്ട്. തൊട്ട് സൈഡിലായിട്ട് നമുക്ക് വാഷിംഗ് ചെയ്യാനുള്ള ഷാമ്പു വെക്കാനുള്ള ഒരു ഏരിയയും കൊടുത്തിട്ടുണ്ട്. ഈ മിററിൽ തന്നെ നമുക്കൊരു ചെറിയൊരു സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. അതിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു ലൈറ്റ് വരും. അത് വാമും അതേപോലെ തന്നെ കൂളും ലെവലിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ ഫ്രണ്ടിൽ ചെയ്ത പോലെ തന്നെ ഒരു ഗ്രൂവിന്റെ ഒരു ഡിസൈൻ ഇവിടെയും കൊടുത്തിട്ടുണ്ട്. തൊട്ട് ബാക്കിലായിട്ട് ഒരു ഡിസൈനും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഒരു നീറ്റ് ആയിട്ടാണ് ഇതിന്റെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. വളരെ മനോഹരമാക്കിയിട്ടുണ്ട്. ഡൈനിങ് ഏരിയയിലെ മറ്റൊരു പോർഷൻ ആണ് സ്റ്റെയറിന്റെ അടിയിൽ വരുന്ന ഒരു സ്റ്റോറേജ് സ്പേസ്. ഇവിടെ നമുക്ക് ഇൻവെർട്ടഡ് ഏരിയ നമുക്ക് ചെയ്യാനായിട്ട് ഒരു ഡോറും അതിന്റെ അടിയിൽ സ്പേസും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അതിന്റെ തൊട്ട് താഴെയായിട്ട് ഒരു കുറെ അധികം സ്റ്റോറേജുകൾ ഇവിടെയും കൊടുത്തിട്ടുണ്ട്. ഓപ്പൺ കിച്ചൺ കൺസെപ്റ്റ് ആണ് ഈ വീഡിയോയിൽ ചെയ്തിരിക്കുന്നത്. ഡൈനിങ് ഏരിയയിൽ നിന്നും ഡയറക്ട്ലി ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഓപ്പൺ കിച്ചൺ ചെയ്തിരിക്കുന്നത്. കിച്ചണിലേക്ക് കയറുമ്പോൾ തന്നെ ചെറിയൊരു മിനി സ്ലാബ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമുക്ക് വേണമെന്ന് കിച്ചണിന്റെ അവിടെ നിന്ന് വരുന്ന സാധനങ്ങൾ ഇവിടെ വെക്കാനും ഇവിടെ നിന്ന് എടുത്ത് ഡയറക്ട്ലി സെർവ് ചെയ്യാനും പറ്റുന്ന രീതിയിൽ ഒരു മിനി ടേബിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ക്രോക്കറി അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വെക്കാൻ പറ്റുന്ന സ്റ്റോറേജുകൾ ഒരുപാട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ സൈഡിലാണെന്നുണ്ടെങ്കിലും ഇതാണെന്നുണ്ടെങ്കിലും ഈ സൈഡിലാണെന്നുണ്ടെങ്കിലും ഒരുപാട് സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഓപ്പൺ കിച്ചൺ, അതേപോലെ തന്നെ ഈ ഒരു ഹാങ്ങിങ് ലൈറ്റ്, വലിയൊരു എൻട്രൻസ് ആണ് കിച്ചണിലേക്ക് കൊടുത്തിരിക്കുന്നത്. നമുക്ക് എന്ത് സാധനങ്ങളും ഇങ്ങോട്ട് കൊണ്ടുവരാനും ഈസിലി പുറത്തേക്ക് എടുക്കാനും പറ്റുന്ന രീതിയിലുള്ള കിച്ചൺ എൻട്രൻസ് ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഓപ്പൺ കിച്ചണിലേക്ക് കയറി വരുമ്പോൾ തന്നെ ഈ കാണുന്ന ഒരു ബ്ലാങ്ക് ഏരിയ നമുക്ക് ഡബിൾ ഡോറിന്റെ ഫ്രിഡ്ജ് വെക്കാൻ പറ്റുന്ന വീതിയിലുള്ള ഇത്രയും സ്പേസുകൾ കൊടുത്തിട്ടുണ്ട് ഫ്രിഡ്ജ് വെക്കാൻ. അതേപോലെ തന്നെ ഇതിന്റെ ഒരു പോയിന്റ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. കിച്ചന്റെ ഡിസൈൻ എന്ന് പറഞ്ഞാൽ ഒരു സ്കൈ ബ്ലൂ കളറും അതേപോലെ തന്നെ വൈറ്റ് കളർ പ്ലസ് ഈ ചെറിയൊരു ബീഡിങ് ബ്ലാക്ക് എന്നുള്ള ലെവലിലാണ് കൊടുത്തിരിക്കുന്നത്. കിച്ചന്റെ മെയിൻ ആയിട്ടുള്ള അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു കളർ കോമ്പിനേഷൻ ആണ്. ഈ കാണുന്ന ഒരു ടൈലും ഇതിനെ കൂടുതൽ മനോഹരമാക്കുന്നുണ്ട്. ഈ കാണുന്നതെല്ലാം സ്റ്റോറേജ് സ്പേസുകളാണ് കേട്ടോ. നിങ്ങൾ താഴെയും മേളും നോക്കിയാൽ മനസ്സിലാവും ഇതെല്ലാം സ്റ്റോറേജ് സ്പേസുകളാണ് കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ ഇത് കംപ്ലീറ്റ്ലി പണിതിരിക്കുന്നത് മൾട്ടിവുഡിലാണ് പണിതിരിക്കുന്നത്. അതേപോലെ തന്നെ ഈ ഇലക്ട്രിക് ചിമ്മിണി കൊടുത്തിരിക്കുന്നത് മനോഹരത കുറയ്ക്കാത്ത രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. ഇതാണ് സ്റ്റൗ വെക്കാനുള്ള ഒരു പോർഷൻ വരുന്നത്. കിഴക്ക് ദർശനത്തിലാണ് വരുന്നത്. അതേപോലെ തന്നെ ഇവിടെയൊക്കെ പ്ലഗ് പോയിന്റുകൾ കൊടുത്തിട്ടുണ്ട്. മിക്സിയോ ഓവനോ വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള പ്ലഗ് പോയിന്റുകളെല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ കിച്ചണിൽ 2 വാഷിംഗ് ഏരിയ ഉണ്ട്. ഒന്ന് പ്രൈമറിയും 2 സെക്കൻഡറി ആയിട്ട് 2 വാഷ് ഏരിയ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ പ്രൈമറി വാഷ് ഏരിയ അത്യാവശ്യം പ്രീമിയം ആയിട്ടുള്ള വാഷ് ഏരിയ ആണ്. ഇതിൽ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇത് ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള വാഷിംഗ് ഏരിയ ആണ്. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഈ പറയുന്ന ഒരു സാധനമാണ്. ഇതിൽ നമുക്ക് കൈ എത്താത്ത സാധനങ്ങൾ, അതായത് ഗ്ലാസ് അങ്ങനെയുള്ള കാര്യങ്ങൾ വാഷ് ചെയ്യാനായിട്ട് ഇതിൽ വെച്ചിട്ട് ജസ്റ്റ് പ്രസ് ചെയ്താൽ ഇതിലൂടെ പ്രഷർ വാട്ടർ വന്നിട്ട് അതിൻ്റെ ഉള്ളിൽ കഴുകി പ്രോപ്പറായിട്ട് അതിന്റെ വെള്ളം താഴത്തേക്ക് കൊണ്ടുവരാൻ പറ്റും. അതേപോലെ തന്നെ നമുക്ക് ഒരുപാട് തട്ടുകളായിട്ട് വരുന്നുണ്ട്. ഇവിടെ നമുക്ക് പാത്രം കഴുകിയോടെ വെച്ചാൽ ഇതിന്റെ അകത്തൂടെ വെള്ളം താഴത്തേക്ക് പോയിക്കോളും ഡ്രൈ ആവാൻ വേണ്ടിയിട്ട്. ഇതിൽ നമുക്ക് വെജിറ്റബിൾ വാഷിംഗ് അങ്ങനെയുള്ള ഫ്രൂട്ട് വാഷിംഗ് ഒക്കെ ചെയ്യാൻ പറ്റും. ഇതിലൂടെ വെള്ളം പ്രോപ്പ് വരും. ഹോട്ട് ആൻഡ് കോൾഡ് ഇതിൽ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഈ മൂവബിൾ ആയിട്ടുള്ള വാഷിംഗ് ഇതുപോലെ തന്നെ ഇതിൽ നമുക്ക് 3-4 മോഡുകൾ വരുന്നുണ്ട്. അതെല്ലാം നമുക്ക് ഇത് കണ്ടില്ലേ ഇങ്ങനെ എല്ലാം ചെയ്ത് നമുക്ക് വാഷ് ചെയ്യാനായിട്ട് ഈ ഒരു വാഷിംഗ് മെഷീനിൽ പറ്റും. അതേപോലെ തന്നെ ഇതിന്റെ യൂണിറ്റ് എല്ലാം വരുന്നത് ഇതിന്റെ അടിയിലാണ്. ഈ കാണുന്ന
ഒരു സ്റ്റോറേജിലാണ് ഇതിന്റെ എന്തെല്ലാം കാര്യങ്ങൾ വരുന്നത് അതെല്ലാം ഇതിന്റെ അടിയിലാണ് വരുന്നത്. ഇത് അത്യാവശ്യം എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു വാഷിംഗ് ഏരിയ ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. പ്രൈമറി ആയിട്ട് 2 വിൻഡോസ് ഇതിൽ കൊടുത്തിട്ടുണ്ട് ഈ സൈഡിൽ, അതേപോലെ തന്നെ തൊട്ട് സൈഡിലായിട്ടും 2 കിളിവാതിൽ പോലത്തെ 2 വിൻഡോസ് കാര്യങ്ങൾ ഇതിൽ കൊടുത്തിട്ടുണ്ട്. നല്ല രീതിയിൽ എയർ സർക്കുലേഷൻ ഇതിൽ കിട്ടുന്നതാണ്. തൊട്ട് സൈഡിൽ കാണുന്ന ഇതാണ് സെക്കൻഡറി. ഇതിൽ 2 ടാപ്പുകൾ വരുന്നുണ്ട്. ഈ വാഷിംഗ് ബേസിന്റെ തൊട്ടടുത്ത് തന്നെയാണ് ഇതിന്റെ വെന്റിലേഷനും കാര്യങ്ങളും കൊടുത്തിരിക്കുന്നത്. ഈ കാണുന്നതാണ് നമുക്ക് പുറത്തേക്ക് പോകാനുള്ള വാതിൽ. ഇത് തുറന്നു കഴിഞ്ഞാൽ ചെറിയ ഒരു വർക്ക് ഏരിയ നമുക്ക് ഇവിടെ പണിയാൻ പറ്റുന്ന രീതിയിലുള്ള സ്പേസ് കാര്യങ്ങൾ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഡോറ് പണിതിരിക്കുന്നത് തേക്കിലാണ്, അത്യാവശ്യം സ്ട്രോങ് ആണ്. പിന്നെ ഇതിൽ മെയിൻ ഇമ്പോർട്ടന്റ് പറയേണ്ടത് ഇതിന്റെ ടൈലാണ്. ഗ്രിപ്പുള്ള ടൈലാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഒരു വുഡൻ ടെക്സ്ചറോട് കൂടിയിട്ടുള്ള മാറ്റ് ആയിട്ടുള്ള ടൈൽസ് ആണ് കിച്ചണിൽ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്ലിപ്പ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. സൈഡ് ഡിസൈനിൽ ഇതെല്ലാം വരുന്ന ഈ കോമ്പിനേഷൻ ആണ്. അതുകൊണ്ട് ഇതിന്റെ ഭംഗിയൊന്നും കുറയുന്നില്ല, വളരെയധികം കൂടുന്നേ ഉള്ളൂ. കിച്ചണിൽ നിന്ന് നമ്മൾ ഡൈനിങ് ഏരിയയിലേക്ക് വന്നാൽ ഡൈനിങ് ഏരിയയിൽ നിന്നാണ് 2 ബെഡ്റൂമിലേക്കുള്ള ആക്സസ് വരുന്നത്. 2 ബെഡ്റൂമിലേക്കുള്ള എൻട്രൻസും ഈ ഡൈനിങ് ഏരിയയിൽ നിന്നാണ്. ഈ പ്രോപ്പർട്ടിയുടെ അടുത്തായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയെന്ന് വെച്ചാൽ മെയിൻലി പറയാനുള്ളത് നമ്മുടെ കാക്കനാട് ഇൻഫോ പാർക്കാണ് മെയിൻ ആയിട്ട് പറയാനുള്ളത്. ഇൻഫോ പാർക്കിലേക്കുള്ള ദൂരം എന്ന് പറഞ്ഞാൽ 5 കിലോമീറ്റർ ഡിസ്റ്റൻസ് ആണ്. എടപ്പള്ളി ടോളിലേക്കുള്ള ദൂരം എന്ന് പറഞ്ഞാൽ 6.5 കിലോമീറ്റർ ഡിസ്റ്റൻസ് ആണ്. താഴെ 2 ബെഡ്റൂം, മേളിൽ 2 ബെഡ്റൂം എന്നുള്ള ലെവലിലാണ് ഈ വീട് ക്രമീകരിച്ചിരിക്കുന്നത്. ഈ വാഷിംഗ് ഏരിയയുടെ 2 സൈഡിലായിട്ടാണ് 2 ബെഡ്റൂമുകളും വരുന്നത്. ആദ്യത്തെ ബെഡ്റൂമാണ് ഈ കാണുന്നത്. ഇതാണ് താഴത്തെ ആദ്യത്തെ ബെഡ്റൂം വരുന്നത്. വളരെ വിശാലമായിട്ടുള്ള ബെഡ്റൂമാണ് ഈ കാണുന്നത്. തൊട്ട സൈഡിൽ തന്നെയാണ് അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഇത്. ബെഡ്റൂമിലേക്ക് കയറി വരുമ്പോൾ തന്നെ വളരെ വിശാലമായിട്ടുള്ള 2 സൈഡിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള കബോർഡുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. തൊട്ട് ഫ്രണ്ടിലായിട്ട് നമുക്ക് ഈ കാണുന്ന ജനലിനെ ഒട്ടും കവർ ചെയ്യാത്ത രീതിയിൽ 2 സൈഡിലായിട്ടാണ് ഇതിന്റെ കബോർഡ് കാര്യങ്ങൾ, വാർഡ്രോബ്സ് കാര്യങ്ങൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഒരു ടേബിൾ പോലെ ഒരു കാര്യം സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിന്റെ എല്ലാ സ്റ്റോറേജ് സ്പേസുകൾ പ്രോപ്പറായിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു കളർ കോമ്പിനേഷൻ വളരെ അട്രാക്റ്റീവ് ആണ്. ഈ ഒരു ഗോൾഡനും അതേപോലെ തന്നെ ഈ ഒരു കളറും ഇതിനെ വളരെ അധികം മനോഹരമാക്കിയിട്ടുണ്ട് റൂമിനെ. അതേപോലെ തന്നെ സീലിംഗും ഒട്ടും ഭംഗി കുറയ്ക്കാത്ത രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. AC-യുടെ പോയിന്റ് കാര്യങ്ങൾ ഇവിടെ ഇട്ടിട്ടുണ്ട്. ഒരുപാട് സ്റ്റോറേജ് സ്പേസുകൾ കൊടുത്തിട്ടുണ്ട്. സൈഡിൽ ഒരു മിററും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഈ വീട് റെഡി ടു മൂവ് ഹൗസ് ആയതുകൊണ്ട് തന്നെ 2 ബെഡ്റൂമിലായി കോട്ട് ഓൾറെഡി പണിതിട്ടിട്ടുണ്ട്. മൾട്ടിവുഡിലാണ് ഇത് പണിതിരിക്കുന്നത്. ഒരു ഫാമിലി കോട്ടാണ് ഇതിൽ ചെയ്ത് വെച്ചിരിക്കുന്നത്. ബെഡ് കൊണ്ടുവന്നിട്ടാൽ നമുക്ക് ഈസി ആയിട്ട് താമസിക്കാനായിട്ട് പറ്റും. അതുകൊണ്ട് തന്നെ ഇതിന്റെ കറക്റ്റ് ഒരു ബെഡ് ഇവിടെ വന്നു കഴിഞ്ഞാൽ, ബെഡും കട്ടിലും വന്നു കഴിഞ്ഞാൽ റൂമിന്റെ സ്പേസ് എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റും. നമുക്ക് ഈ സൈഡിലൂടെ നമുക്ക് ചുറ്റും നടക്കാനും പറ്റും. അതേപോലെ തന്നെ റൂമിന്റെ കബോർഡ് കാര്യങ്ങൾ ഓപ്പൺ ചെയ്താലും ബെഡിലെ കാര്യങ്ങളൊന്നും ടച്ച് ചെയ്യാത്ത രീതിയിൽ ആണ് ഇതിന്റെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അത്രയ്ക്ക് വിശാലമായിട്ടുള്ള ബെഡ്റൂമാണ്. അതിന് തൊട്ട് സൈഡിലായിട്ട് ഒരു ബെഡ് സൈഡ് റൂം കൊടുത്തിട്ടുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂമിലാണെന്നുണ്ടെങ്കിൽ ഒരു 3 പോർഷൻ ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഒന്ന് നമുക്ക് വാഷ് ഏരിയ കൊടുത്തിട്ടുണ്ട്, അതേപോലെ തന്നെ ടോയ്ലറ്റ് ഏരിയ കൊടുത്തിട്ടുണ്ട്, അതേപോലെ തന്നെ ബാത്ത് ഏരിയയും കൊടുത്തിട്ടുണ്ട്. അങ്ങനെ 3 പോർഷൻ ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം ബ്രാൻഡഡ് ആയിട്ടുള്ള മെറ്റീരിയലാണ്. ഇതെല്ലാം കൺസീൽഡിലാണ് ചെയ്തിരിക്കുന്നത്. സീലിംഗ് ഫോൾ സീലിംഗ് ചെയ്തിട്ട് അതിന്റെ ടോപ്പിലാണ് ബാക്കി അതിന്റെ വയറിംഗ് കാര്യങ്ങളും വരുന്നത്. ഈവൻ നമ്മുടെ ഷവർ ആയിക്കോട്ടെ ഫോൾ സീലിംഗ് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഫ്ലോർ ടു സീലിംഗിലാണ് നമ്മുടെ ടൈൽസ് വരുന്നത്. ഈവൻ ഈ പറയുന്ന ഡോർ ആണെങ്കിലും ബ്രാൻഡഡ് ആയിട്ടുള്ള ഫൈബർ ഡോർ ആണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഇതൊക്കെയാണ് ഈ റൂമിന്റെ വിശേഷങ്ങൾ. ആദ്യത്തെ ബെഡ്റൂമിൽ നിന്നും 2ാമത്തെ ബെഡ്റൂമിലേക്ക് പോകുന്ന ഒരു വഴിയാണ് ഈ കാണുന്നത്. ഈ സൈഡിൽ കടന്നാണ് 2ാമത്തെ ബെഡ്റൂം വരുന്നത്. 2ാമത്തെ ബെഡ്റൂം കയറി വരുമ്പോ തന്നെ എന്റെ വലത് സൈഡിലായിട്ട് ഒരു വലിയ ടോയ്ലറ്റ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂമാണ്. അതിന്റെ തൊട്ട് സൈഡിലാണ് ഈ കാണുന്ന ഒരു മാസീവ് ആയിട്ടുള്ള കബോർഡ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു കളർ കോമ്പിനേഷൻ ഭയങ്കര പ്രീമിയം കളറാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഈ കാണുന്ന ഒരു കോമ്പിനേഷൻ ഒരുപാട് സ്റ്റോറേജ് സ്പേസ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. മിറർ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു 3 ഡോറിന്റെ കബോർഡ് കാര്യങ്ങൾ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഒരു ലക്ഷറി ഫീൽ ചെയ്യുന്ന രീതിയിലാണ് ഇതിന്റെ കളർ കോമ്പിനേഷൻ കൊടുത്തിരിക്കുന്നത്. ഒരു വുഡൻ പ്ലസ് ഈ ഒരു കളർ, ഈ ഒരു കളർ കോമ്പിനേഷൻ കൊടുത്തിരിക്കുന്നത് ഈ റൂമിന്റെ ഒരു മനോഹാരിത കൂട്ടുന്നുണ്ട്. പിന്നെ മെയിൻ ആയിട്ട് പറയാനുള്ളത് ഈ ഒരു ബെഡാണ്. സാധാരണഗതിയിൽ ബെഡിന്റെ അല്ലെങ്കിൽ ബെഡ്റൂമിന്റെ അളവ് നമ്മൾ നോക്കുന്നത് ഒരു ബെഡ്റൂമിൽ കട്ടില് കൊണ്ടുവന്ന് ഇട്ട് കഴിഞ്ഞാൽ അതിൽ പിന്നെ ബാക്കി എത്രത്തോളം സ്ഥലം ഉണ്ടെന്നുള്ളത് നോക്കിയിട്ടാണ് ബെഡ്റൂമിന്റെ അളവ് നമ്മൾ പറയുന്നത് സാധാരണ നോർമൽ ഗതിയിൽ. ഈ ബെഡ്റൂമിൽ നമ്മൾ ഓൾറെഡി കോട്ട് കൊണ്ടുവന്ന് ഇട്ടിട്ടുണ്ട്. നമ്മൾ പിന്നെ ഈ സൈഡിലുള്ള കബോർഡ് കാര്യങ്ങൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ സുഖമായിട്ട് നമുക്ക് സാധനങ്ങൾ എടുക്കുവാനും സൈഡിൽ കൂടെ നടക്കാനുള്ള സ്പേസ് ഇവിടെ ഉണ്ട് ഓൾറെഡി. അപ്പൊ അത്രയ്ക്ക് വിശാലമായിട്ടുള്ള ബെഡ്റൂമാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. തൊട്ട് സൈഡിൽ ഒരു ബെഡ് സൈഡർ ഉണ്ട്. ഇതെല്ലാം മൾട്ടിവുഡിലാണ് ചെയ്തിരിക്കുന്നത്. ആ കാണിച്ച റൂമിന്റെ അതേ തന്നെ മെറ്റീരിയൽ ഇട്ട് തന്നെയാണ് ഇതും പണിതിരിക്കുന്നത്. പിന്നെ മെയിനിൽ പറയാനുള്ളത് വെച്ചാൽ ഈ കാണുന്ന വെന്റിലേഷൻ ആണ്. 2 സൈഡിലായിട്ട് ജനലുകൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ കാണുന്നതാണ് അറ്റാച്ച്ഡ് ബാത്റൂം.
നേരത്തെ കണ്ട ബാത്റൂമിന്റെ അതേ അളവിൽ സൈസിലുള്ളതും അതിൽ ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽ സെയിം തന്നെയാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഡൈനിങ് റൂമിലാണ് സ്റ്റേ റൂം വരുന്നത്. സാധാരണയിലും നല്ല വീതിയുള്ള സ്റ്റേഴ്സ് ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ ഇതിലത്തെ പടികളെല്ലാം വുഡ് വെച്ചിട്ടുള്ള പടികളാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൽ കൊടുത്തിട്ടുള്ള സ്കേർട്ടിംഗ് ഉൾപ്പെടെ വുഡനിലാണ് ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ ഒരു വിത്തൗട്ട് ഫ്രെയിമിൽ വരുന്ന ഒരു ഗ്ലാസ് ഹാൻഡ് റെയിലാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഈ കാണുന്ന ഒരു സ്ട്രക്ചർ മാത്രവും ഈ കാണുന്ന ഹാൻഡ് റെയിനുള്ളൂ. ബാക്കി എല്ലാം ഗ്ലാസ് അതുപോലെ തന്നെ ഗ്ലാസ് മോൾഡിംഗ് വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഗ്ലാസ് പ്രോപ്പറായിട്ട് ഭിത്തിയിൽ അറ്റാച്ച് ചെയ്തിട്ടാണ് ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതായത് ഈ കാണുന്ന ടോപ്പിലുള്ള പോർഷൻ മാത്രമേ ഉള്ളൂ ഇതിന്റെ ഫ്രെയിം, ബാക്കി എല്ലാം ഗ്ലാസ് ഫിറ്റ് ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈ വീടിൽ നിന്നും തൊട്ടടുത്തുള്ള സ്കൂളിലേക്കുള്ള ദൂരം എന്ന് പറഞ്ഞാൽ വെറും 1.5 കിലോമീറ്റർ ഡിസ്റ്റൻസ് ആണുള്ളത്. വിദ്യോദയ സ്കൂളാണ് ഇതിന്റെ തൊട്ടടുത്തുള്ളത്. ഒരു കിലോമീറ്റർ ഡിസ്റ്റൻസിലായിട്ട് 2-3 സൂപ്പർ മാർക്കറ്റുകൾ, നമുക്ക് വേണ്ട എല്ലാ സാധനങ്ങളും കിട്ടുന്ന രീതിയിലുള്ള സൂപ്പർ മാർക്കറ്റുകൾ, അങ്ങനെ എല്ലാ സാധനങ്ങളും ഒരു 1.5-2 കിലോമീറ്റർ ഡിസ്റ്റൻസിലായിട്ട് നമുക്ക് കിട്ടും. വാക്കബിൾ ഡിസ്റ്റൻസിലായിട്ടാണ് ബസ് സ്റ്റോപ്പ് കാര്യങ്ങൾ വരുന്നത്. തൊട്ടടുത്തുള്ള മെയിൻ ജംഗ്ഷൻ കങ്ങരപ്പടി ആയിട്ടുള്ള ജംഗ്ഷനാണ്. പിന്നെ മെയിൻ ആയിട്ട് പറയാനുള്ളത് ഇതിന്റെ ലൊക്കേഷൻ ആണ്. ഫ്ലഡ് എഫക്ട് ചെയ്യാത്ത 2018 ഫ്ലഡ് എഫക്ട് ചെയ്യാത്ത ഒരു ഏരിയയും കൂടിയാണ് ഈ കാണുന്ന തേവക്കൽ ഏരിയ. അപ്പൊ മേളത്തെ വിശേഷങ്ങളിലേക്ക് പോവാം. നമ്മൾ മുകളിലേക്ക് കയറി വരുമ്പോൾ തന്നെ ആദ്യത്തെ അട്രാക്റ്റീവ് ആയിട്ട് തോന്നിയ കാര്യം ഈ കാണുന്ന പറുകോളയാണ്. പറുകോളയില് തൊട്ട് സൈഡ് ഉള്ളിലായിട്ട് ഗ്ലാസ് കൊടുത്തിട്ടുണ്ട്. ഒരു തരത്തിലുള്ള സാധനങ്ങൾ അകത്തേക്ക് കയറാത്ത രീതിയിൽ ഗ്ലാസ് കൊണ്ട് പ്രൊട്ടക്ട് ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിൽ വെളിച്ചം അകത്തേക്ക് കയറുന്നുണ്ട്. മുകളിലേക്ക് കയറി വരുമ്പോൾ തന്നെ നമുക്ക് അതിവിശാലമായിട്ടുള്ള ഒരു ഹോളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഹോള് നിന്ന് കഴിഞ്ഞാൽ ഇതിന്റെ യഥാർത്ഥ ബ്യൂട്ടി നമുക്ക് മനസ്സിലാവും. ഈ സീലിംഗ്, ഫോൾ സീലിംഗ് ചെയ്തിരിക്കുന്നതിന്റെ ബ്യൂട്ടി യഥാർത്ഥത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ മെയിൻ ആയിട്ട് പറയാനുള്ളത് ഈ കാണുന്ന ഡബിൾ ഹൈറ്റിലുള്ള ലിവിംഗ് ഏരിയയുടെ ഒരു ഏരിയ ആണ് നമുക്ക് ഇവിടെ വരുന്നത്. ഇതിന്റെ ഹാൻഡ് റെയിൽ ഉൾപ്പെടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിന്റെ വുഡൻ എന്നുള്ള സ്ട്രക്ചറിലാണ് ചെയ്തിരിക്കുന്നത്. കംപ്ലീറ്റ്ലി തേക്കിലാണ് പണിതിരിക്കുന്നത്. അതായത് ഒരു വിത്തൗട്ട് ഫ്രെയിം എന്നുള്ള ലെവലിലാണ് ഇത് പണിതിരിക്കുന്നത്. പിന്നെ ഈ ഒരു ഹാങ്ങിങ് ലൈറ്റ് ഇതിന്റെ ഒരു മനോഹാരിത ഭയങ്കരമായിട്ട് കൂട്ടുന്നുണ്ട്. ഈ വീടിന്റെ 2 തരത്തിലുള്ള ബാൽക്കണീസ് ആണുള്ളത്. ഒന്ന് മെയിൻ പ്രൈമറി ആയിട്ടുള്ള ബാൽക്കണി ഉണ്ട്, 2 തൊട്ട് സൈഡിലായിട്ട് സെക്കൻഡറി ആയിട്ടും ഒരു ബാൽക്കണീസ് ഉണ്ട്. അതെല്ലാം കാണിച്ചു തരാം. ഈ ഹോളിൽ തന്നെ നമുക്ക് താഴത്തെ ചെയ്തിരിക്കുന്ന പോലെ തന്നെ ഒരു TV യൂണിറ്റ് ഏരിയ എവിടെയും കൊടുത്തിട്ടുണ്ട്. മുകളിൽ താമസിക്കുന്നവർക്കും, അതായത് മേളിൽ താമസിക്കുന്നല്ല മുകളിലുള്ളവർക്കും ഒരു TV വെച്ചാൽ ഇവിടെയും പ്രോപ്പറായിട്ട് TV കാണാൻ പറ്റുന്ന രീതിയിൽ TV യൂണിറ്റ് ഏരിയ കൊടുത്തിട്ടുണ്ട്. ഈ TV യൂണിറ്റ് ഏരിയയിൽ തന്നെ നമുക്ക് ഒരുപാട് സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. താഴെ മേളിലായിട്ട് ഒരുപാട് സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. TV വെക്കാനുള്ള പോയിന്റും അതേപോലെ തന്നെ അതിന്റെ വയർ കാര്യങ്ങൾ ഇടാനുള്ള പോർട്ടും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഈ ഹോളിൽ നിന്ന് തന്നെയാണ് തൊട്ട് മേളിലേക്ക് കയറാൻ പറ്റുന്ന സ്റ്റേ റൂമും കൊടുത്തിരിക്കുന്നത്. അതിന്റെ ഡോറാണ് ഈ കാണുന്നത്. ഈ ഡോറും കൊടുത്തിരിക്കുന്ന തേക്കിലാണ് പണിതിരിക്കുന്നത്. ഇതിങ്ങനെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ മുകളിലേക്ക് കയറാൻ പറ്റുന്ന സ്റ്റേ റൂം കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സ്റ്റേ റൂമിലാണെന്നുണ്ടെങ്കിൽ ഇത് പടി ചെയ്തിരിക്കുന്നത് ഷീറ്റിലാണ്. ഇതിന്റെ പടികളെല്ലാം പണിതിരിക്കുന്നത്. മുകളിലത്തെ ഈ ഒരു കോർണറിലാണ് വാഷ് ഏരിയ, വാഷിംഗ് മെഷീൻ വെക്കാൻ പറ്റുന്ന ഒരു ഏരിയ കൊടുത്തിരിക്കുന്നത്. അവിടെ അതേപോലെ ഇൻവെർട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ടാപ്പിന്റെ ഇൻലെറ്റും കൊടുത്തിട്ടുണ്ട്, അതിന്റെ ഔട്ട്ലെറ്റും കൊടുത്തിട്ടുണ്ട്. ഒരു പവർ പ്ലഗും ഇവിടെ കൊടുത്തിട്ടുണ്ട്. തൊട്ട് സൈഡിലാണ് ഇതിന്റെ ഒരു മെയിൻ ആയിട്ടുള്ള ഹൈലൈറ്റ് വരുന്നത്. നമുക്കൊരു പ്രയർ റൂം കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഒരു പോർഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ കാണുന്ന ഒരു ഏരിയ അത് വളരെ നീറ്റായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈ ഹോളിനെ ഭയങ്കരമായിട്ട് അട്രാക്റ്റീവ് ആക്കാനുള്ള ഒരു മെയിൻ പോർഷനാണ് ഈ കാണുന്ന ഒരു ഏരിയ. ഇവിടെ നമുക്ക് വേണമെങ്കിൽ പ്രയർ റൂം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഈ ഹോളിൽ നിന്ന് തന്നെയാണ് 2 റൂമിലേക്കുള്ള ഡോറുകളും കൊടുത്തിരിക്കുന്നത്. ഈ സൈഡിൽ ആദ്യത്തെ ബെഡ്റൂം, അതേപോലെ തന്നെ ഈ സൈഡിൽ 2ാമത്തെ ബെഡ്റൂം വരുന്നത്. അങ്ങനെ 4 ബെഡ്റൂമാണ് ഈ വീടിനുള്ളത്. ഈ റൂമിലേക്ക് കയറി വരുമ്പോൾ തന്നെ താഴത്തുള്ള അതേ റൂമിന്റെ വലിപ്പവും നീളവും വീതിയും തന്നെയാണ് ഈ റൂമിനുള്ളത്. അതിന്റെ സെയിം ആയിട്ടുള്ള ഡിസൈനിലാണ് ഈ കബോർഡും കാര്യങ്ങളും കൊടുത്തിരിക്കുന്നത്. ജനലും അതേപോലെ തന്നെ 2 സൈഡിലായിട്ടാണ് കബോർഡ് കൊടുത്തിരിക്കുന്നത്. സീലിംഗ് ചെയ്തിട്ടുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂമാണ്. 2 സൈഡിലും വെന്റിലേഷനും കൊടുത്തിട്ടുണ്ട്. ഈ കാണുന്നതാണ് 3ാമത്തെ ബെഡ്റൂമിന്റെ അറ്റാച്ച്ഡ് ബാത്റൂം. താഴെയുള്ള അതേ രീതിയിൽ തന്നെയാണ് മേലുള്ളതും പണിതിരിക്കുന്നത്. ഈ വീടിന്റെ എല്ലാ ബാത്റൂമും 4 ബാത്റൂം ആണെങ്കിലും ഫ്ലോർ ടു സീലിംഗ് ആണ്. ഇതിന്റെ ടൈൽസ് കൊടുത്തിരിക്കുന്നതുകൊണ്ട് തന്നെ വെള്ളം തെറിച്ചാലോ അങ്ങനെ എന്തെങ്കിലും പറ്റിയാലോ ഒരു തരത്തിലുള്ള ഫെയ്ഡിങ് ഒന്നും വരില്ല. ബ്രാൻഡഡ് ടൈൽസ് ആണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഗ്രിപ്പ് ആയിട്ടുള്ള ടൈൽസ് ആണ് താഴെയും കൊടുത്തിരിക്കുന്നത്. ഈ പ്രോപ്പർട്ടിയിൽ നിന്നും
നമുക്ക് തൊട്ടടുത്തുള്ള പ്രദേശങ്ങൾ മെയിൻ ആയിട്ട് പറയാനുള്ളത് കളമശ്ശേരി മെഡിക്കൽ കോളേജാണ്. 1.5 കിലോമീറ്റർ ഡിസ്റ്റൻസ് ആണ് നമ്മുടെ ഈ ലൊക്കേഷനിൽ നിന്നുള്ളത്. 17 കിലോമീറ്റർ ഡിസ്റ്റൻസ് ആണ് കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്കുള്ള ദൂരം എന്ന് പറഞ്ഞാൽ. കളമശ്ശേരിയാണ് തൊട്ടടുത്തുള്ള മെട്രോ സ്റ്റേഷൻ. വെറും 6 കിലോമീറ്റർ ഡിസ്റ്റൻസ് ആണ് നമ്മുടെ പ്രോപ്പർട്ടിയിൽ നിന്നുള്ളത്. ഈ വീട് മനോഹരമാക്കാൻ വേണ്ടിയിട്ട് എല്ലാ ബെഡ്റൂമും ഹോളും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഫോൾ സീലിംഗ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ആംബിയൻ ലൈറ്റിംഗ്, വാം ലൈറ്റിംഗ് ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ വീടിന്റെ അകത്തേക്ക് കയറുമ്പോൾ തന്നെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഫീലിംഗ് ആണ് നമുക്ക് കിട്ടുന്നത്. ഈ വീടിന് മേൽഭാഗത്തായിട്ട് 2 ബാൽക്കണീസ് ഉണ്ട്. അതിൽ ഒന്നാമത്തെ ബാൽക്കണിയാണ് ഈ സൈഡിൽ കാണുന്നത്. അതിന് ചെറിയൊരു മിനി ഡോറും പ്ലസ് ഗ്ലാസ്സിലുള്ള ഒരു ഡോർ കൊടുത്തിട്ടുണ്ട്. ഈ സൈഡിലാണ് മെയിൻ ആയിട്ടുള്ള ബാൽക്കണി വരുന്നത്. ഈ ബാൽക്കണിയിലേക്കുള്ള ഡോറും പണിതിരിക്കുന്നത് തേക്കിലാണ് പണിതിരിക്കുന്നത്. ഇതാണ് വരുന്ന വിശാലമായിട്ടുള്ള പ്രൈമറി ബാൽക്കണി എന്ന് പറയുന്നത്. ഈ കാണുന്നതാണ് പ്രൈമറി ബാൽക്കണി. വളരെ വിശാലമായിട്ടുള്ള വളരെ മനോഹരമായിട്ടുള്ള ബാൽക്കണിയാണിത്. ഇതിൽ നിലവിൽ സീലിംഗ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ സ്പോട്ട് ലൈറ്റ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഒരു സ്റ്റീലിന്റെ ഒരു ഹാൻഡ് റെയിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഗ്ലാസ് ആണ് ഇതിന്റെ മെറ്റീരിയൽ വരുന്നത്. വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഡിസൈനാണ് പുറത്ത് നോക്കിക്കഴിഞ്ഞാൽ. ഈ വീടിന്റെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. 5 സെന്റ് സ്ഥലത്ത് 2700 സ്ക്വയർ ഫീറ്റിന്റെ 4 ബെഡ്റൂം വീടാണിത്. 2700 സ്ക്വയർ ഫീറ്റ് ഉണ്ട്. 2 കാറ് പാർക്ക് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ കിണറ്, അതേപോലെ തന്നെ ഒരു ഗേറ്റഡ് പോലത്തെ ഒരു കമ്മ്യൂണിറ്റിയാണ്. ക്ലോസ്ഡ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റിയാണ്. പ്രൈവറ്റ് റോഡാണ് ഇതിനകത്ത് വരുന്നത്. 5 മീറ്റർ റോഡ് ഫ്രണ്ട് നമ്മുടെ ഈ വീട്ടിലേക്ക് വരുന്നുണ്ട്. ഈ വീടിന് ചോദിക്കുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ 1,55 ലക്ഷം രൂപയാണ്. നെഗോഷ്യബിൾ പ്രൈസ് ആണ്. ഈ വീടിനെ കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ സൈഡിൽ കാണുന്ന 7994565499 എന്നുള്ള നമ്പറിൽ വിളിക്കുകയോ അതേപോലെ വാട്സപ്പ് ചെയ്യുകയോ ചെയ്താൽ മതി. നമ്മൾ റിപ്ലൈ ചെയ്ത് തരുന്നതാണ്. ലോൺ സൗകര്യം നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. എല്ലാ ബാങ്കുകളിലും ലോൺ സൗകര്യം നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതേപോലെയുള്ള നല്ല നല്ല വീടുകളും വിശേഷങ്ങളുമായിട്ട് കാണാം. ബൈ.